ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ സഭാരാധനയിൽ നമുക്കൊരുമിച്ച് ഇങ്ങനൊരു കൂടിവരവൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞൊരു ലോകത്താണ് നമ്മളെ ദൈവം പുലർത്തിയത്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ കുടുംബമായി, കുഞ്ഞുങ്ങളായി, സഭയായി അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും ആരോഗ്യവും ആയുസ്സും തന്ന് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ആ ദൈവത്തിനെല്ലാം മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. രോഗത്താൽ ഭാരപ്പെട്ട അനേകരുണ്ട്. രോഗത്താൽ ഭാരപ്പെട്ടിരുന്നവരെ ദൈവം സൗഖ്യമാക്കി. അതുപോലെ അല്പമല്ലാത്ത പ്രയാസത്താൽ രോഗത്താൽ കഷ്ടപ്പെടുന്ന ചിലരുണ്ട്. വന്ന് ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ് വേദിയിലായിരിക്കുന്നല്ലോ. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ലഭിച്ച സങ്കീർത്തനം ദൈവാത്മനിയോഗത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സങ്കീർത്തനമാണ് സാം 56. ഈ 56-ാം സങ്കീർത്തനം അതിൻ്റെ തലക്കെട്ടിൽ കാണുന്നുണ്ട് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്ന്. അപ്പോൾ തന്നെ ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം എന്നാണ് ഈ സങ്കീർത്തനത്തിൽ വിശേഷിച്ചിരിക്കുന്ന തലക്കെട്ടിൽ കാണുന്നത്. അത് മിണ്ടാത്ത പ്രാവെന്ന രാഗത്തിൽ എഴുതി, ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു രാഗമാകാം. അതുപോലെ ഈ സങ്കീർത്തനം എഴുതിയ പശ്ചാത്തലം ഗത്തിൽ വെച്ച് ദാവീദിനെ ആക്രമിച്ചപ്പോൾ ചമച്ചതാകാം. മറ്റു പശ്ചാത്തലങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഈ സങ്കീർത്തനം നമുക്ക് ദൈവിക ആലോചനകൾ, അരുളപ്പാടുകൾ, സന്ദേശങ്ങൾ നൽകി തരുവാൻ എല്ലാവരും പ്രാർത്ഥനയോട് ദൈവസന്നിധാനത്തിലായിരിക്കണം. ഈ സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യം ഞാൻ വായിക്കുന്നു. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു, അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു, എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു, ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ. ഹല്ലേലൂയ. ദാവീദ് ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്ന അനുഭവമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ ശൗലിൽ നിന്നോ ഗത്ത് രാജാവിൽ നിന്നൊക്കെ തന്നെ ഈ അലട്ടുന്ന, വ്യസനപ്പെടുത്തുന്ന ആ സാഹചര്യങ്ങളാകാം. എന്നാൽ മാനസികമായ നിലയിൽ താൻ തളർന്നു പോകുന്നതായ ഒരു അനുഭവമാണ് ആരംഭവാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതെങ്കിലും തൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് അടുത്ത വാക്യത്തിൽ, 3-ാം വാക്യത്തിൽ കാണുന്നത്. വായിച്ചാട്ടെ, 3-4 വാക്യം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. വായിക്കാം. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും. വായിക്കാം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ ദാസന്മാരെ ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി അവിടെ ഇടപെടുകയാണ്. ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദാവീദിനെ പോലെ പറയുവാൻ എത്ര പേർക്ക് വിശ്വാസത്തോട് പറയുവാൻ കഴിയും? ജഡത്തിന് എന്നോട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ ആശ്രയിക്കുന്നത് യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. എന്നാൽ ദാവീദിനെ പോലെ നമുക്കും വിളിച്ചു പറയുവാൻ കഴിയും. നമ്മുടെ വാക്കിനൊക്കെ ഒരു അധികാരം വ്യാപരിക്കും കേട്ടോ. നാം പറയണം, ജഡരക്തങ്ങൾക്ക് എന്നോട് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. മനുഷ്യരിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ, പ്രഭുക്കന്മാരിലല്ല ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ഉടയവൻ, എന്നെ വീണ്ടെടുത്ത സർവശക്തൻ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ കാണുന്നു, ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ഞാൻ ആശ്രയിക്കും. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ അതിന്റെ 10 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ? മതി, നമുക്ക് ഈ സാഹചര്യങ്ങളെല്ലാം അറിയാം. ജനം ചെങ്കടലിന്റെ തീരത്ത് പാളയം ഇറങ്ങി ഇരിക്കുമ്പോൾ പിന്നാലെ ഫറവോനും സൈന്യവും രഥങ്ങളും കുതിരപ്പടയുമായി വരികയാ. എന്തിന്? ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുവാനായി അവര് വരുമ്പോൾ ജനം ഭയപ്പെട്ടു കേട്ടോ. മാനുഷികമായ നിലയിൽ ഭയപ്പെടാം. കാര്യം അത്ര വലിയ രഥചക്രങ്ങളോടുകൂടിയാണ് വരുന്നത്.
ഹല്ലേലൂയ. എന്നാൽ തേജോമയനായ ദൈവം മോശ മുഖാന്തരം പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയേണ്ടത്. ഹല്ലേലൂയ. അതേ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ഭയപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ കർത്താവ് ഹൃദ്യമായി സംസാരിക്കുക. ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി മേലാൽ കാണുകയില്ല. നിന്നെ അലട്ടുന്ന, നിന്നെ രോഗമിട്ട് പോരടിക്കുന്ന, നിന്റെ നന്മയെ തടയുന്ന, നിന്റെ തലമുറയെ മുന്നേറ്റത്തെ തടയുന്ന എല്ലാ ഫറവോന്റെ പോരുകള് ഇന്ന് ഭയപ്പെടേണ്ട. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഒരു നാൾ കാണുകയില്ല. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. 19 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 25 വരെ യഹോവ ജനങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് തൻ്റെ ജനത്തിന് വേണ്ടി യഹോവയുടെ സംരക്ഷണത്തിന്റെ കരം അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ദാസിദാസന്മാരെ, ഹല്ലേലൂയ, നമ്മളൊന്ന് പിന്നാമ്പുറം ഒന്ന് നോക്കിയേ, നമ്മുടെ റൂട്ടൊന്ന് നോക്കിയേ. കഴിഞ്ഞ നാളിൽ ഭയപ്പെടേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടില്ലേ? ഹല്ലേലൂയ, ആമേൻ. ദോഷം വരുത്തുവാൻ കഴിവുള്ള പിശാച് അത് മനസ്സിലാക്കണം. എന്നാൽ ബലവാനായ ഒരുവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നതാ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട സാഹചര്യങ്ങളെ എൻ്റെ ദൈവം എടുത്തു മാറ്റിയ വ്യക്തി ജീവിതങ്ങൾ അക്കമിട്ട് ഇവിടെ പറയുവാൻ കഴിയുന്നവരുണ്ട്. സാക്ഷ്യം പറയാൻ കഴിഞ്ഞ ഒത്തിരി പറയാൻ കഴിയുന്നവർ ഇവിടെ ഉണ്ട്. എന്നാൽ ഒന്ന് തിരിച്ചറിയണം, ദോഷം ചെയ്യുവാൻ പിശാച് മുഴുവലത്തോട് പ്രവർത്തിച്ച സ്ഥാനത്ത് ആമേൻ, ഹല്ലേലൂയ, യാക്കോബിന് ആമേൻ ദോഷം ചെയ്യുവാൻ ലാബാൻ പുറപ്പെട്ടതാ. എനിക്ക് ദോഷം ചെയ്യുവാൻ കഴിവുണ്ടെന്ന് ലാബാൻ പറഞ്ഞു, പിന്തുടർന്നു. എന്നാൽ അവൻ സേവിച്ച നിന്റെ അപ്പന്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സംസാരിച്ചു. ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്തു പോകരുതെന്ന് പറഞ്ഞ ആമേൻ, ആമേൻ, അതിനെ തടഞ്ഞ ആമേൻ സർവശക്തൻ, ഹല്ലേലൂയ, നമ്മുടെ കഴിഞ്ഞ നാളുകൾ നമ്മെ വിടുവിച്ചില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പിന്നിൽ നിന്നെ തകർക്കുവാൻ വരുന്ന ദോഷങ്ങളെ എൻ്റെ ദൈവം എന്ത് ചെയ്തു? എടുത്തു മാറ്റിയതാ. അതുകൊണ്ടാണ് ഇവിടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നത്. എൻ മനമേ യഹോവയെ വാഴ്ത്തണം കേട്ടോ. എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തിക്കോണേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുത്തോണേ. ഓ ജീസസ്, എത്ര സ്തുതിച്ചാലും അധികമല്ല. അത്രത്തോളം ചെയ്ത നന്മകളല്ലേ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് നീ ആരോഗ്യത്തോടെ ആയുസോടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയല്ലേ? ഒത്തിരി വാക്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിലും ഞാൻ ആ എല്ലാ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ ധ്യാനിച്ചപ്പോൾ ലഭിച്ച ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്ന 8-ാം വാക്യം വായിച്ചാട്ടെ. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണം, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അടുത്തത്, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അടുത്തത്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. മതി മതി. ആമേൻ, ആമേൻ. ഇവിടെ കാണുന്നു 8-ാം വാക്യത്തിൽ, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ. ഹല്ലേലൂയ. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. ഉഴൽച്ചകൾ എന്ന് പറഞ്ഞാൽ അഴൽച്ചകൾ. ഒരു കാര്യത്തിന് വേണ്ടി പോകുവാൻ സങ്കടത്തോടെ ഏത് തിരഞ്ഞെടുക്കണമെന്ന് കഴിയാതെ അലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടത്തോടെ പോകുന്ന അനുഭവമാണ് ഈ ഉഴൽച്ച. എത്ര പേർക്ക് അത് മനസ്സിലായി? ഹല്ലേലൂയ. ഒരു സഹായത്തിന് പോലും മാനുഷിക കരങ്ങൾ ചില സന്ദർഭങ്ങളിൽ ലഭിക്കാതെ വരും. എന്ത് തീരുമാനമെടുക്കണമെന്ന് അത് മുന്നേറുവാൻ കഴിയാതെ നമുക്ക് ആമേൻ അഴൽച്ചകൾ, ഉഴൽച്ച പോലെ ജീവിതത്തിൽ സങ്കടത്തോടെ നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം കേട്ടോ. ഇതാണ് കർത്താവ് പറഞ്ഞ ആ ഉഴൽച്ചകളെ പോലും ഞാൻ എണ്ണുന്നെന്ന്. എത്ര പേർക്ക് അത് മനസ്സിലായി? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആ ഉഴൽച്ചകളെ, നീ അനുഭവിച്ച ഉഴൽച്ചകളെ, ആ ഉഴൽച്ചകളുണ്ടല്ലോ, അത് ഞാൻ ആമേൻ എണ്ണുന്നു എന്ന് പറയുമ്പോൾ ഞാനത് കണക്കിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ, ദുഃഖത്തോടെ സങ്കടത്തോടെ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഉഴൽന്ന് നടന്ന ചില അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാം. എന്നാൽ അവിടെയും കർത്താവ് പറയുകയാണ്, ഞാനതെല്ലാം കണക്കിടുന്ന ഒരു ദൈവമാ, ഞാനതെല്ലാം കണക്കിടുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ, നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എന്നല്ല കർത്താവ്. 107-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യത്തിൽ ആമേൻ നമ്മുടെ പിതാക്കന്മാര് ഹല്ലേലൂയ മിസ്രയീമിൽ നിന്നും അവര് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അനുഭവിച്ച ഉഴൽച്ചകളെ കുറിച്ച് അവിടെ വായിക്കുന്നു. ഒന്ന് വായിച്ചേ. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടില്ല.
കണ്ടോ, എത്തിയില്ല. പാർപ്പാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ജനത്തെ കനാനിലേക്ക് കൊണ്ടുപോകുന്ന കാലഘട്ടങ്ങളിൽ നടക്കുന്ന സംഭവമാണ്, മരുഭൂമിയിലെ സംഭവമാണ്. അവര് അലയുകയാണ്. അവര് 40 വർഷമാണ് മരുഭൂമിയിൽ. അവര് ഏതാനും മാസങ്ങൾ കൊണ്ട് എത്താമായിരുന്നു. അപ്പോൾ തന്നെ അതിനകത്തൊരു സന്ദേശം കൂടെ ഉണ്ട്. എന്താ ഇത്ര 40 വർഷം താമസിച്ചത്? അവർ ദൈവത്തോട് പിറുപിറുക്കുമ്പോൾ, ദൈവത്തോട് നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ആമേൻ ഹല്ലേലൂയ, അവധിക്ക് വയ്ക്കും. ആമേൻ ആമേൻ, ആ ലോങ് ആയിട്ട് മാറ്റിയെടുക്കും. വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ താമസം നൽകും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിനകത്തൊരു ധ്വനി ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. വിശ്വസ്തയോടെ നിന്ന് വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ തക്ക സമയത്ത് ചെയ്യും. എന്നാൽ അത് അവിശ്വാസത്താൽ, അത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ദൈവം അവധിക്ക് വയ്ക്കും, താമസം വയ്ക്കും. 40 ആമേൻ വർഷം 34 സ്ഥലത്ത് വേദപുസ്തകം പഠിക്കുന്ന ഒരു പഠിതാവിനറിയാം, അവർ പാളയം അടിച്ചു. ഹല്ലേലൂയ, അവിടെ എങ്ങും ഒരു സ്വസ്ഥതയില്ലായിരുന്നു. എന്നാൽ അവർ മടങ്ങി വരുവാൻ തയ്യാറായപ്പോൾ, അവർ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നെടുപ്പീർപ്പിട്ട് കരയുവാൻ തയ്യാറായപ്പോൾ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. ആഗ്രഹിക്കുന്ന തുറമുഖത്ത് അവരെ എത്തിക്കുവാൻ ഇടയായി. അതല്ലേ താഴോട്ട് വായിക്കുന്നത്? വായിച്ചേ, വേഗത്തിൽ വായിച്ചേ. അവർ വിശന്നും ദാഹിച്ചുമിരുന്നു. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവരുടെ പ്രാണൻ തളർന്നു പോയി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവര് മിസ്രൈമിലായിരുന്നപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള ആ നിലവിളി ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നു. അവരുടെ കഷ്ടത കണ്ടു, കഷ്ടപ്പെടുത്തിയവനെ കണ്ടു, കഷ്ടതയും കണ്ടെന്ന അതിന്റെ അർത്ഥം. അപ്പോൾ തന്നെ അവരുടെ സങ്കടം അറിഞ്ഞ് അതും ഒരു ഉഴൽച്ചയായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. ശത്രു പറഞ്ഞ ഒരു ഫറവോനും ഈ ചെങ്കടലിന്റെ തീരത്ത് അവർ പാളയം ഇറങ്ങുമ്പോൾ ഫറവോൻ പറഞ്ഞത് എന്താ പറഞ്ഞെന്നറിയാം? 3-ാം വാക്യം 14:3 വായിച്ചേ. 14:3 ഈ പുറപ്പാട് പുസ്തകം. മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞു. ആദ്യം മുതൽ വായിക്കണം, ആരംഭം മുതൽ. യഹോവ പിന്നെ മോശെയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിലും മധ്യേ ബാൽസോഫോന് സമീപത്തുള്ള പീഹഹീരോത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറക. അതിന്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം. എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു. കണ്ടോ, അതാ ഞാൻ ആ പദമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെയും പറയുന്നു, ശത്രു പറയുകയാണ്. ഇപ്പോൾ ശത്രു നോക്കിയിട്ട് പറയുകയാണ്, അവൻ ദേശത്ത് ഉഴലുന്നു. ദൈവത്തിന്റെ ദാസീദാസന്മാരെ, ശത്രു ഒരിക്കലും നമ്മെ സുഗമമായി നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഉഴൽച്ച അവൻ ആഗ്രഹിക്കുന്നവനാ. ഉഴലുന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം അവർക്ക് വേണ്ടി അത്ഭുതകരമായി ഇടപെട്ടില്ലേ? എന്റെ ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നില്ലേ? ശത്രുവിനെ, അവന്റെ രഥചക്രങ്ങളെ താറുമാറാക്കി സമുദ്രത്തിൽ മുക്കിയ ദൈവത്തിന് എത്ര സ്തുതിക്കുവാൻ കഴിയണം? ഹല്ലേലൂയ. ഉറച്ചു നിൽക്കുക. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചലിക്കുന്നത്, നിന്റെ കൂടാരത്തിൽ ചലിക്കുന്നത് നിന്റെ കണ്ണാലെ നിനക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 21-ാം അധ്യായത്തിലെ ബേർഷേബ മരുഭൂമിയിൽ ഹാഗാർ ഉഴലുകയാണ്. ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. 14-ാം വാക്യം മുതൽ വായിച്ച. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു. കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു. അവിടെ ഉഴന്ന് നടക്കുക, ഉഴൽച്ച. ഈ ഉഴൽച്ചയുണ്ടല്ലോ, ഹല്ലേലൂയ, ഇന്നും ചില ജീവിതങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഉഴൽച്ചകളെ എടുത്തു മാറ്റുന്ന ഒരു അപ്പൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഉഴൽന്ന് നടക്കുകയാണ്. എന്താ സംഭവം എന്നറിയാമോ? അബ്രഹാം മാനുഷികമായ നിലയിൽ ഒരു തുരുത്തി വെള്ളമാണ് കൊടുത്തത്. അത് എത്ര ദിവസത്തേക്ക്? ഈ മരുഭൂമി, ചൂടേറിയ മരുഭൂമിയിൽ ഈ ഒരു തുരുത്തി വെള്ളം ഒരു ദിവസം അല്ല 2 ദിവസം കൊണ്ട് തീർന്നു പോകും. മനുഷ്യൻ കരുതുന്നതെല്ലാം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കാര്യം നിശ്ചയമാണ്, ഈ ഹാഗാർ ഉണ്ടല്ലോ, പരാതി പറയാനെ കൊണ്ട് അബ്രഹാമിന്റെ അടുത്ത് പോയില്ല. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ, ഉഴൽച്ചയുടെ അനുഭവം വരുമ്പോൾ അതിന് ചിലരെ വ്യക്തികളൊക്കെയാണെന്ന് പഴി പറഞ്ഞ് ആ പരാതി പറയാൻ പോകണ്ട. പരാതി പറയേണ്ടവനോട് പറയണം. ഹല്ലേലൂയ. നിന്റെ സങ്കടം അറിയുന്നവനോട് പറയണം. അവനാണ് കാര്യം. അവൻ അമർത്തിക്കുലുക്കി നല്ലൊരളവ് നിനക്ക് തരും. മനുഷ്യന് അളവിന് പരിമിതിയുണ്ട്, എന്നാൽ ദൈവം തരുന്ന അളവിന് പരിമിതിയില്ല. ഹാഗാറിന്റെ ഉഴൽച്ച കണ്ടവൻ, തന്റെ പൈതലിന്റെ കരച്ചിൽ കണ്ടവൻ, മരുഭൂമിയിൽ ഉറവ തുറന്നെങ്കിൽ ഇന്ന് നിനക്ക് വേണ്ടി ഉറവ തരുന്നത്, തുറക്കുന്നത് എന്റെ കർത്താവ് തുറക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ, മനുഷ്യൻ തരുവാൻ അവിടുന്ന് അളവുണ്ട് കേട്ടോ. ആമേൻ. മനുഷ്യനോട് നീ പരാതി പറയണ്ട. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഉഴർച്ചകളെ കാണുന്ന ഒരുവനോട് അപേക്ഷിച്ചാൽ മതി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ആമേൻ സ്തോത്രം 8-ാം വാക്യത്തിന്റെ 2-ാമത്തെ ചിന്ത എന്ന് വായിച്ചേ. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. ഈ തുരുത്തി എന്ന് പറഞ്ഞത് പഴയ നിയമ കാലഘട്ടത്തില് ഈ പലസ്തീൻ നാടുകളിൽ ഇപ്പോഴും അങ്ങനെയുണ്ട്. അവര് തോൽ കുപ്പികളുണ്ട്. ഹല്ലേലൂയ. ഈ തുകൽ കുടങ്ങളില് ഈ വീഞ്ഞ് സൂക്ഷിക്കുന്നതാ. അവിടെ ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്, നിന്റെ കണ്ണുനീർ, എത്ര കണ്ണുനീർ നീ ഒഴുക്കിയിട്ടുണ്ടോ. ആരുടെയൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാ. മനുഷ്യൻ കണ്ടില്ലല്ലോ, അവിടുത്തെ തുരുത്തിയിലുണ്ട് കേട്ടോ. അവിടുത്തെ തുരുത്തിയിലുണ്ട്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ഹല്ലേലൂയ. ഒരു സ്മരണയുടെ പുസ്തകം നിനക്ക് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ അത് കണക്കിടുന്നതല്ല, എന്നാൽ സ്വർഗം അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, നിന്റെ ഹല്ലേലൂയ, നിന്റെ കണ്ണുനീരിന്റെ വില അറിയുന്നവൻ എത്ര കണ്ണുനീർ തൂകിയിട്ടുണ്ടോ, എത്രമേൽ നീ സങ്കടം ദൈവസന്നിധിയിൽ പൊഴിച്ചിട്ടുണ്ടോ. ഹന്നയുടെ ഹൃദയം കണ്ടവൻ ഇന്ന് നിനക്ക് വേണ്ടി ഹൃദയം തുറക്കുന്നതാ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിന്റെ അവസാന വാക്യം കൂടെ ഒന്ന് വായിച്ചു നിർത്താം. ഹല്ലേലൂയ. അതിന്റെ അവസാനം ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന്, ദൈവത്തിന്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. അവസാനിക്കുന്നത് കണ്ടോ. ദാവീദിനെ കൊല്ലാൻ വന്ന ശത്രുക്കളുടെ മുൻപിൽ വിടുവിക്കുന്ന ദൈവത്തെ ഉയർത്തി ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. നിന്നെ പിന്തുടരുന്ന ശത്രുവിന്റെ മുൻപിൽ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവം എഴുന്നേൽക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ ഹൃദയത്തിന്റെ ആഴങ്ങൾ അറിഞ്ഞ് ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഒന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 30-ാം വാക്യത്തിൽ അവിടെ കാണുന്നുണ്ട്. എന്താണ് വായിക്കേണ്ട? ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണ് സാക്ഷാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ്. ഹല്ലേലൂയ. ആ വാക്യത്തിൽ കണ്ട ദൈവത്തിൻ്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കണം. നമ്മുടെ കർത്താവ് നമ്മുടെ മേൽ പ്രകാശം പകർന്നിരിക്കുമ്പോൾ ഇരുട്ടിന് ഇവിടെ പിന്നെ സ്ഥാനമില്ല. ഇരുള് മാറിപ്പോകുകയാ. ജീവന്റെ പ്രകാശത്തിലാണ് നമ്മൾ നടക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനിന്യരും പരമാർത്ഥികളുമായി എല്ലാ വാദവും പിറുപിറുപ്പും കൂടാതെ ജീവന്റെ വചനം മുറുകെ പിടിച്ച് ആ പ്രകാശിച്ച് നമ്മൾ പോകേണ്ടതാണ്. ഈ പ്രകാശത്തിൽ നടക്കുന്നവന് ഹല്ലേലൂയ ശത്രു തൊടുവാൻ കഴിയത്തില്ല. ഇരുളിന് അവിടെ സ്ഥാനമില്ല. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഇന്ന് ജീവിക്കുന്ന ഒരു നാഥനുണ്ട്. നമ്മുടെ പ്രാണപ്രിയൻ യേശു നമുക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥത ചെയ്യുകയാണ്. ആ പ്രാണപ്രിയന്റെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.